വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇത് വേൾഡ്സ് സ്ലിമ്മസ്റ്റ് കർവ്ഡ് സ്മാർട്ട് ഫോൺ. 6.8 mm മാത്രമാണ് ഇതിൻ്റെ ബോഡി തിക്നെസ് വരുന്നത്. ഇൻഫിനിക്സ് ഹോട്ട് 50 Pro പ്ലസ്. ഏകദേശം ഒരാഴ്ചയായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കേസാണ് വരുന്നത്. കർവ്ഡ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ മിക്ക ആളുകളും അഡീഷണൽ ആയിട്ട് സ്ക്രീൻ കാർഡൊക്കെ വാങ്ങി ഒട്ടിക്കലാണ് പതിവെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് സ്ക്രീൻ കാർഡ് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്ററാണ് കൂടെ ലഭിക്കുന്നത്. പിന്നീട് ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബലി അവൈലബിൾ ആവുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ടൈറ്റാനിയം ഗ്രേ ആണ്. ഇത് കൂടാതെ ഡ്രീമി പേർപ്പിൾ, സ്ലീക്ക് ബ്ലാക്ക്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ പിറകിലെ പാനൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ആണ്, മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. അതുപോലെ തന്നെ കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് പിറകിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബോഡി ഫ്രെയിമും വരുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ്. 6.8 mm ആണ് ബോഡി തിക്നെസ്. വൺ ഓഫ് ദ സ്ലിമ്മസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയാം. 162 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ കാണാം. റൈറ്റ് സൈഡിലാണ് ഇവിടെ പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, സെക്കൻഡറി സ്പീക്കർ ഗ്രില്ല്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രീ യൂസ് ചെയ്തിരിക്കുന്നത്. 3 കാർഡ് സ്ലോട്ട്, ഒരേ സമയം 2 നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രൈസ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ലുക്കിൽ ശരിക്കും ഒരു പ്രീമിയം ഫീൽ നമുക്ക് ലുക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ IP54 റേറ്റഡോട് കൂടിയിട്ടുള്ള സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.78 ഇഞ്ചിൻ്റെ കർവ്ഡ് MOLED ഡിസ്പ്ലേ ആണ്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെതാണ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 393 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിന് ഡെൻസിറ്റി. അത്യാവശ്യം ഷാർപ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആസ്വദിക്കാനും കൂടി സാധിക്കുന്നുണ്ട്. 550 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ. 1300 nits വരെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ പോകും. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ കാണാനും സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ആ ഒരു ബോഡി ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കയ്യിൽ ഒതുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആക്സിഡൻ്റൽ ടച്ച് ഉണ്ടാവാനുള്ള സാധ്യത ഈ ഒരു ഡിസ്പ്ലേയിൽ കൂടുതലായതുകൊണ്ട് തന്നെ കവർ അല്ലെങ്കിൽ കേസ് ഉപയോഗിച്ചുകൊണ്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ചില സെനേരിയോസിൽ ഞാൻ ചില ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ അറിയാതെ ഈ ഒരു കോർണറിൽ തട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മീഡിയ ടെക്കിന്റെ ഹീലിയോ G100 എന്ന് പറയുന്ന 4G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 6 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 2.2 GHz ആണ് ക്ലോക്ക് സ്പീഡ്. മാലി G57 MC2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU പെർഫോമൻസ് സൈഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു ഒരാഴ്ചയുടെ മുകളിൽ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസ് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിമേ 2 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 8GB റാമിൽ 128ഉം 8GB റാമിൽ 256GB. നിലവിൽ ഇപ്പോൾ ഖത്തറിൽ 8GB റാമിൽ 256GB എന്ന് പറയുന്ന മെമ്മറി വേരിയൻറ്റ് മാത്രമാണ് അവൈലബിൾ ആകുന്നത്. LPDDR4X ആണ് റാം ടൈപ്പ്. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ്. അപ് ടു 1TB വരെ നമുക്കിതിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അപ് ടു 8GB വരെ നമുക്കിതിൽ റാം എക്സ്പാൻഷൻ കൂടി യൂസ് ചെയ്യാൻ സാധിക്കും. 3 കാർഡ് സ്ലോട്ടാണ്, ഒരേ സമയം 2 നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.0 ആണ് വേർഷൻ വരുന്നത്. NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 14ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. XOS വേർഷൻ വരുന്നത് 14.5.0 ആണ്. എനിവേ ഒരു വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കമ്പനി ഇതിന് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചെറുതായിട്ട് നമുക്ക് ബ്ലോട്ട്വേഴ്സും ഹാർഡ്വെയർസും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതിൽ ഒട്ടുമിക്കതും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 1-2 നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ല. എനിവേ ഇതിൽ ഒത്തിരി AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് AI എറേസ് മോഡ്, അതായത് നമ്മുടെ ഫോട്ടോസിലുള്ള അൺവാണ്ടഡ് ഒബ്ജക്ട്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ AI നോട്ട്സ്, AI വാൾപേപ്പർ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി AI ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. എനിവേ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് ഓവറോൾ പറയാനാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത്രയും സ്ലിം ആയ ഒരു സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരു 4500 mAh ബാറ്ററി എന്നുള്ള രീതിയിലാണ്. പക്ഷേ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. മാത്രമല്ല 33 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ ഏകദേശം എടുത്ത സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറും 20 മിനിറ്റിനടുത്താണ് എടുത്തിട്ടുള്ളത്. എനിവേ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ
5000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ബാറ്ററി പെർഫോമൻസ് നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ മോർണിംഗ് ടു നൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിലും ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് ട്യൂൺഡ് ബൈ JBL ആണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണെങ്കിൽ ഭയങ്കര ലൗഡി ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല കേൾക്കാൻ സാധിച്ചത്, പക്ഷേ കേൾക്കുന്ന ആ ഒരു സൗണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്, ഒപ്റ്റിക്കലാണ് സെൻസർ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ഫേസ് ലോക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആസ്പെൽറ്റ് ലെജൻഡാണ് ഞാൻ ഇതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 30 മിനിറ്റോളം ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഗെയിമിംഗ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ അല്ല, അല്ലെങ്കിൽ ഗെയിമിങ്ങിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ അല്ല. എങ്കിൽ കൂടിയും ആ ഒരു ആസ്പെൽറ്റ് ലെജൻഡ് അല്ലെങ്കിൽ ഈവൻ കോൾ ഓഫ് ഡ്യൂട്ടിയെ പോലുള്ള ഗെയിമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാഗ് ഫ്രീ ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ആ ഒരു ഗ്രാഫിക് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ഗെയിം കളിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിരാശപ്പെടുത്താത്ത ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗെയിമിങ്ങിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. 2 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. മൂന്നാമത്തെ ഒരു പക്ഷേ ഓക്സിലറി ലെൻസ് ആവാം, അല്ലെങ്കിൽ ഡമ്മി ലെൻസ് ആവാം. എനിവേ നോ ഐഡിയ. റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നൈറ്റ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ്. എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ ഗംഭീരം എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് നൈറ്റ് ഫോട്ടോഗ്രാഫി കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും മുകളിൽ നിൽക്കുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈവൻ ഡയലൈറ്റ് പെർഫോമൻസ് ആണെങ്കിൽ മിക്ക സമയത്തും നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചില ഫോട്ടോസിൽ ഒരു ഇത്തിരി ഡീറ്റെയിൽസ് കുറഞ്ഞതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസും പോർട്രേറ്റ് ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അൾട്രാ വൈഡ് ലെൻസോ കാര്യങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിലില്ല. എനിവേ 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ഫോട്ടോസും സൂപ്പർബ് എന്നുള്ള രീതിയിൽ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നല്ല ഡീറ്റെയിൽസ് നമുക്ക് മിക്ക ഫോട്ടോസിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേലൈറ്റ് ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തമ്മിലുള്ള ആ ഒരു എഡ്ജ് ടു എഡ്ജ് ഡിറ്റക്ഷനൊക്കെ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ സൂപ്പർബായിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫിയും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓവറോൾ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ശരിക്കും ഈ ഒരു ഇൻഫിനിക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അതിലും മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് എന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ എന്ന് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിശേഷിപ്പിക്കാം. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. 2K 30 frames ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റെബിലിറ്റി ഒരല്പം 2K കുറവാണ്, പക്ഷേ നല്ല രീതിയിലൊരു സ്റ്റെബിലിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഫുൾ എച്ച്ഡിയിൽ 30 frames ഷൂട്ട് ചെയ്താൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കളേഴ്സ് ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 2K 30 frames ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റെബിലിറ്റി ഒരല്പം കുറവാണ്, പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക് നമുക്ക് ഫുൾ എച്ച്ഡിയിൽ 30 frames ഷൂട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് വൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8 + 256 GB 699 ഖത്തർ റിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 16,000 രൂപ. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിലും താഴെ ആവാനാണ് സാധ്യത. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ പറയാം. ടോട്ടലി ഇതൊരു ഡീസൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്ന് പറയാം. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5G കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാൻ പറ്റുമായിരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. എനിവേ എന്നും പറയാനുള്ള പോലെ തന്നെ എന്താണോ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.